ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ ഉപയോഗിച്ചിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾക്കിതിൻ്റെ കൂട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാലിന് പകരം ചെറു ചൂടായിട്ടുള്ള വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര പാലുമായിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിപ്പം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് നല്ലപോലെ പതഞ്ഞ് വരും. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എക്സ്പയറി ഡേറ്റ് ഒന്നും ആവാത്ത ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കൂ, ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിന് 1.5 കപ്പ് അളവ് മൈദയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. 1.5 കപ്പ് മൈദയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും ചേർക്കാവുന്നതാണ്. പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു മൈദയുടെ അളവ് കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാകുക. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം സ്റ്റിക്കി ആയിട്ട് തോന്നും. അത് നീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായിട്ട് വന്നോളും. ഇനി ഒരുപാട് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇതുപോലെ കൗണ്ടർ ടോപ്പിലോ പലകയിലോ ഇട്ടിട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളുടെ കൂട്ടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പുറമേ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഈ ഒരു എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു കൂട്ട് ഡബിൾ സൈസ് ആവുന്നത് വരെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. 1 മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതാണ്. ഈ ഒരു തേങ്ങ ആദ്യം മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പലഹാരം മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും തേങ്ങയും നല്ല പോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ തേങ്ങയുടെ ഫില്ലിങ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തോളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 6 ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ 6 ഉരുളകളാക്കി മാറ്റിയെടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം നമ്മളുടെ കൂട്ടി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊന്തി വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ നീഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് 6 ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം.
ഈ ഒരു കൂട്ട് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം നമ്മളുടെ ആ ഒരു ക്ലൈമറ്റിനനുസരിച്ചാണ്. നല്ല ചൂട് കൂടിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും. ചൂട് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുമ്പോഴും നമ്മൾ നേരത്തെ ടക്ക് ചെയ്ത് റോൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇത്രയും സമയം തന്നെ ഞാനവിടെ തേങ്ങയുടെ മിക്സും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ഇതിൽ ആദ്യം ഉരുട്ടിയെടുത്ത ആ ഒരു ഉരുളി എടുത്തിട്ട് ഒന്നും കൂടെ നന്നായി ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ തൂവിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മളുടെ തേങ്ങയുടെ മിക്സ് ഒരെണ്ണം എടുത്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുത്ത് ഒന്ന് ടക്ക് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ആദ്യം തയ്യാറാക്കിയത് എടുത്തിട്ട് ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബൺ ഷേപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കൂട്ട് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. രണ്ട് സൈഡും വിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കത്തി ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചോ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് ഭാഗവും യോജിപ്പിച്ച് ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതിന് കൊടുക്കാവുന്നതാണ്. ഇനി അല്ല നിങ്ങൾക്ക് സാധാരണ ബൺ ഷേപ്പ് മാത്രം മതിയെങ്കിൽ അതുപോലെയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയിപ്പം ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് എഗ് വാഷ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു കൂട്ട് ഇതുപോലെ ഒരു അരമണിക്കൂർ നേരം വെക്കുന്നതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ എഗ് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൻ്റെ മുകളിലാണ് ഓവൻ സെറ്റപ്പ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതാദ്യം 10 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയ പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് നിരത്തി വയ്ക്കുക. ഉപ്പിടുന്നത് പാത്രം കേടാവാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 20 മുതൽ 25 മിനിറ്റ് നേരത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നല്ല പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം അപ്പം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലോസിയും കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും സഹായിക്കും. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാകുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പലഹാരം കിട്ടിയിരിക്കുന്നത്. തേങ്ങയുടെ ഫ്ലേവർ നല്ല പോലെ ഉണ്ടാകും. അതിൻ്റെ ഓരോ ലെയറിലും തേങ്ങ വരും. കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും 2-3 ദിവസത്തേക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.